രേഷൻ ഡോക്സിന് അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിപ്പോൾ നമ്മൾ പറയുന്നത് വെച്ചാൽ ഇപ്പം ഞാനൊരു ചില വീഡിയോകൾ പോസ്റ്റ് ചെയ്യുമ്പം അതിൻ്റെ താഴെ ചില ആൾക്കാർ ഓരോ കമൻസ് എഴുതുന്നതുകൊണ്ട് നമ്മൾ വീണ്ടും അതിനൊരു ഉത്തരം എന്നുള്ള രീതിയിൽ ചില വീഡിയോകൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്നലെ എനിക്ക് തോന്നുന്നു ഇന്നലെ ഞാൻ മറ്റൊരു വീഡിയോ ചെയ്ത സമയത്ത് അതിന് താഴെ ഞാൻ ആ വീഡിയോയ്ക്കകത്ത് പറഞ്ഞ കൂട്ടത്തിൽ ഇന്നലെ രാത്രിയുള്ള മറ്റേ ചെയ്തൊരു വീഡിയോയുടെ താഴെ ഞാൻ പറഞ്ഞു മമ്മൂക്കയുടെ ജൂനിയർ ആയിട്ടുള്ള ആൾക്കാരെക്കുറിച്ച്, പ്രത്യേകിച്ച് മമ്മൂക്കയുടെ ജൂനിയർ ആയിട്ടുള്ള ലാലേട്ടനെ പോലുള്ള ആൾക്കാരെക്കുറിച്ച്. അപ്പോൾ അതിൻ്റെ താഴെ ഏതൊരു സുഹൃത്തു കൊണ്ടുവന്നൊരു കമൻറ്റ് എഴുതിയിരിക്കുന്നത് ലാലേട്ടൻ എങ്ങനെ മമ്മൂക്കയുടെ ജൂനിയർ ആവും എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ജൂനിയർ അല്ലെങ്കിൽ സീനിയോറിറ്റി നമ്മളവിടെ പറഞ്ഞത് ഒരു നായക നിരയിലേക്ക് കടന്നു വരുന്ന കാര്യത്തിലാണ് ഞാനത് ഉദ്ദേശിച്ചത്. നായക നിരയിലേക്ക് കടന്നു വന്നത് നമുക്കറിയാം, ആദ്യം മമ്മൂക്ക തന്നെയാണ് നായകനായത്. അതായത് തൃഷ്ണ പോലുള്ള സിനിമകളിലും പിന്നീട് ധാരാളം സിനിമകളിലും മമ്മൂക്ക നായക വേഷം അണിഞ്ഞപ്പം ആ സിനിമയ്ക്കകത്തേക്ക് പല സിനിമയ്ക്കകത്തെയും പ്രധാന വില്ലനായിട്ടും അല്ലെങ്കിൽ ചെറിയ ചെറിയ രീതിയിലുള്ള വില്ലൻ കഥാപാത്രങ്ങളിലും പിന്നീട് മമ്മൂക്കയുടെ നിരവധി സിനിമയ്ക്കകത്ത് സഹനടൻ വേഷങ്ങളൊക്കെ ലാലേട്ടൻ അഭിനയിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പിന്നീട് എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിൽ, ഇപ്പോൾ അത് കാണുന്നില്ല, കുറച്ച് നാളിന് മുമ്പ് സോഷ്യൽ മീഡിയയിൽ ഏതോ ഒരു ഫോട്ടോ പോലെ ഒരു ഇമേജ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് മമ്മൂക്ക ഉൾപ്പെടെയുള്ള ഒരുപാട് നടന്മാരുടെ ഫോട്ടോസ് കൊടുത്തിട്ട് ലാലേട്ടൻ്റെ സൈഡിൽ ഒരു വലിയ ഫോട്ടോയും കൊടുത്തിട്ട് അതിനകത്ത് എഴുതിയിരുന്ന് ഇവരെല്ലാം ലാലേട്ടൻ്റെ സിനിമയ്ക്കകത്ത സഹനടന്മാരായിരുന്നെന്ന്. അപ്പം ഞാൻ അന്നൊരു കമൻറ്റും ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം എന്തായാലും ഞാൻ അത്തരത്തിലുള്ളൊരു ഫോട്ടോ ഞാൻ പിന്നെ ഒരിടത്തും കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ചിലപ്പം ഇങ്ങനെ കൂടുതൽ വിമർശനങ്ങൾ വന്നപ്പോൾ അത്തരത്തിലുള്ളൊരു ഫോട്ടോ പിൻവലിച്ചായിരിക്കും. കാര്യം ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ലാലേട്ടൻ്റെ ഇന്നത്തെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കേട്ടുകേൾവി മാത്രമേ ഉള്ളൂ. അവരുടെ വിചാരം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 80s അല്ലെങ്കിൽ 90s എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ലാലേട്ടൻ്റെ കുറേ ഹിറ്റ് സിനിമകളുണ്ട് എന്നുള്ള രീതിയിലേക്ക് അവർ പറയാറുണ്ട്. ഇപ്പോൾ 20ാം നൂറ്റാണ്ട് പോലുള്ള അല്ലെങ്കിൽ കുറേ രാജാവിൻ്റെ മകൻ പോലുള്ള സിനിമകൾ. പക്ഷേ ഇതിനു മുമ്പുള്ള ഒരു കാലഘട്ടത്തിനെ കുറിച്ച് ഇന്നത്തെ ലാലേട്ടൻ്റെ മിക്ക ആരാധകർക്കും അറിയില്ല. ഇനി അഥവാ അറിയാവുന്ന ലാലേട്ടൻ ഫാൻസ് അറിയാത്ത പുതിയ കാലത്തെ പിള്ളേർക്ക് അത് പറഞ്ഞു കൊടുക്കുന്നതുമില്ല. ഇപ്പോൾ മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മമ്മൂക്കയുടെ എത്രയോ സിനിമകൾ, ഇപ്പോൾ അതിരാത്രം പോലുള്ള സിനിമകൾ അല്ലെങ്കിൽ വാർത്ത, അടിമകൾ ഉടമകൾ, അങ്ങനെ ഒരുപാട് സിനിമകൾ, അടിയൊഴുക്കുകൾ, ഇങ്ങനെ ഒരുപാട് സിനിമകളുണ്ട്. അപ്പോൾ ഇതിനകത്തെല്ലാം പ്രത്യേകിച്ച് ഇപ്പോൾ മമ്മൂക്കയുടെ കൂടെ ലാലേട്ടൻ സഹനടൻ റോൾ അല്ലെങ്കിൽ സന്ധിക്ക് വിരിഞ്ഞ പൂവ് പോലുള്ള സിനിമയ്ക്കകത്ത് മമ്മൂക്കയുടെ വില്ലനായിട്ട്, ഇങ്ങനെ ധാരാളം സിനിമയ്ക്കകത്ത് മമ്മൂക്കയുടെ വില്ലനായിട്ടും മമ്മൂക്കയുടെ സഹനടനായിട്ടും ഒക്കെ ലാലേട്ടൻ ഒരുപാട് വേഷങ്ങൾ ചെയ്തിട്ടാണ് ലാലേട്ടൻ പിന്നീട് ഒരു നായക നിരയിലേക്ക്, അതായത് ഒരു രാജാവിൻ്റെ മകനിലൂടെയൊക്കെ ഒരു സൂപ്പർ സ്റ്റാർ ഇമേജ് കിട്ടിയതിന് ശേഷമാണ് പിന്നീട് മമ്മൂക്കയ്ക്ക് ഒപ്പമുള്ള രീതിയിലേക്കുള്ള പ്രാധാന്യത്തിലേക്കൊക്കെ ലാലേട്ടൻ കടന്നു വന്നത്. ഇതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോയ്ക്കകത്ത് ലാലേട്ടൻ മമ്മൂക്കയുടെ ജൂനിയർ ആയിരുന്നെന്ന് ഉദ്ദേശിച്ചത്. അല്ലാതെ രണ്ടുപേരും കൂടെ അഭിനയിച്ച് തുടങ്ങി ഒരു കാലം വെച്ച് കണക്കാക്കിയിട്ടല്ല. ഒരു പക്ഷേ അങ്ങനെ നമ്മൾ എടുക്കാനാണെങ്കിൽ തന്നെ 1971 അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന് പറയുന്ന സിനിമയ്ക്കകത്തും 73 കാലചക്രം എന്ന് പറയുന്ന സിനിമയ്ക്കകത്തും ഒക്കെ മമ്മൂക്ക അഭിനയിച്ചിട്ടുണ്ട്. ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം 78 തിരനോട്ടമാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ. പിന്നീട് ഈ പറഞ്ഞ കണക്ക് 80 മുതൽ വരെ രണ്ടുപേരും സജീവമായിട്ട് അഭിനയിച്ചു വരുന്നത്. ഇപ്പം സിനിമയിൽ അഭിനയിച്ച കണക്ക് പ്രകാരം അല്ല ഞാൻ പറഞ്ഞതെങ്കിൽ പോലും ആ കണക്കെടുത്താൽ പോലും മമ്മൂക്കയുടെ ജൂനിയറാണ് ലാലേട്ടൻ എന്ന് പറയുന്നത്. ഇനി അതല്ല, ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് ഞാൻ പറഞ്ഞ് അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളിൽ അത് ലാലേട്ടൻ ഉൾപ്പെടെയുള്ള, സുരേഷ് ഏട്ടൻ ഉൾപ്പെടെയുള്ള, ജയറാമേട്ടൻ ഉൾപ്പെടെയുള്ള അങ്ങനെ ഒട്ടുമിക്ക അല്ല എല്ലാവർക്കും അറിയാവുന്ന ഒരു കാലം. കാര്യം മമ്മൂക്ക ഇന്നോ ഇന്നലെയോ അല്ല അദ്ദേഹം ഒരു നായക നിരയിലേക്ക് എത്തിയിരിക്കുന്നതെന്ന് പറയുന്നത്. അദ്ദേഹം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മുതൽ അദ്ദേഹം മലയാള സിനിമയിലെ നായകന. ഇപ്പം തന്നെ എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്ത് പ്രേം നസീർ സാറിൻ്റെ ഒരു സിനിമയുടെ ലിസ്റ്റ് ഉണ്ട്, 740 എത്രയോ സിനിമകളിൽ അദ്ദേഹം നായക വേഷം. അതിനകത്ത് എല്ലാ സിനിമയ്ക്കകത്തും അദ്ദേഹം നായക വേഷം അല്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒട്ടുമിക്ക സിനിമകളും നായക വേഷം ചെയ്തു എന്നുള്ള റെക്കോർഡ് നസീർ സാറിൻ്റെ പേരിൽ. അതിനകത്ത് തന്നെ നമുക്കറിയാം നസീർ സാർ അന്ന് അഭിനയിച്ചിരുന്ന ഒരുപാട് സിനിമയ്ക്കകത്ത് മധു സാർ നായകനായിട്ടുള്ള ഒരുപാട് സിനിമകളുണ്ട്, സത്യൻ സാർ നായകനായിട്ടുള്ള ഒരുപാട് സിനിമകളുണ്ട്, നസീർ സാർ നായകനായിട്ടുള്ള അതിൻ്റെ ഇരട്ടിയിലേറെ സിനിമകളുണ്ട്. പക്ഷേ ഇതെല്ലാം കൂടെ ഏറ്റവും കൂടുതൽ റെക്കോർഡ് നസീർ സാറിൻ്റെ പേരിലിരിക്കുമ്പം എനിക്ക് തോന്നുന്നു നസീർ സാറിൻ്റെ സിനിമകളുടെ ഒരു ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ചിലപ്പോൾ നമുക്കത് കാണാൻ പൂർണ്ണമായിട്ടും കിട്ടിയില്ല എന്ന് വരുമ്പം മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം നസീർ സാർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ സിനിമകളിൽ നായകനായിട്ടുള്ള റെക്കോർഡ് നസീർ സാറിനെ കണക്കിൽ നോക്കിക്കഴിഞ്ഞാൽ അത് മമ്മൂക്കയാണ്. കാര്യം എനിക്ക് തോന്നുന്നു 81 മറ്റോ ഇറങ്ങിയ തൃഷ്ണ മുതൽ അദ്ദേഹം ഇങ്ങോട്ട് നായകനായി. ഇതിന് ഇടയ്ക്ക് ചില സിനിമയ്ക്കകത്തൊക്കെ അദ്ദേഹം ഈ പറഞ്ഞ കണക്ക് അന്നത്തെ നായകന്മാരോടൊപ്പം സഹനട വേഷങ്ങളിൽ അദ്ദേഹം വന്നിട്ടുണ്ടെങ്കിലും നസീർ സാറിൻ്റെ ഒരു കണക്ക് നോക്കുമ്പോഴത്തേക്ക് നസീർ സാർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നായക വേഷങ്ങൾ ചെയ്തിട്ടുള്ള ആൾ മമ്മൂക്കയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ അത്രയും സീനിയോറിറ്റിയാണ് മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം. ആ മമ്മൂക്കയുടെ മുമ്പിൽ ഈ ലാലേട്ടൻ ഉൾപ്പെടെ ഞാൻ പറഞ്ഞ കണക്കത്ത് സുരേഷ് ഏട്ടനും ജയറാമേട്ടനും ഒക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അവർക്ക് മമ്മൂക്കയ്ക്ക് ശേഷം മമ്മൂക്ക ഒരു സൂപ്പർ താര ഇമേജിൻ്റെ
സിനിമേൻ്റെ എല്ലാവിധ ഭംഗിയും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ശക്തിയും അതിൻ്റെ ഒരു രസമൊക്കെ മമ്മൂക്ക ഒരുപാട് വർഷങ്ങളിൽ ആസ്വദിച്ചതിന് ശേഷമാണ് അത്തരത്തിലുള്ള രീതിയിലേക്ക് ഒരു ആസ്വാദനത്തിലേക്ക് ലാലേട്ടനോ അല്ലെങ്കിൽ സുരേഷ് ഏട്ടനോ ജയറാമേട്ടനോ ഒക്കെ കടന്നു വരാൻ സാധിച്ചത്. അതിനു മുമ്പ് മമ്മൂക്കയുടെ ഒരു താര പദവി കണ്ടിട്ട് അത്ഭുതത്തോടുകൂടി അല്ലെങ്കിൽ അതിശയത്തോടുകൂടിയും അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് പറയാം സന്തോഷത്തോടുകൂടിയൊക്കെ മമ്മൂക്കയുടെ അല്ലെങ്കിൽ നാളെ ഞങ്ങൾക്ക് അവിടെ എത്തിച്ചേരണോ എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഈ പറയുന്ന ഈ മഹാന്മാരായ മറ്റു നടന്മാർക്കൊക്കെ കൊതിയോടുകൂടി മമ്മൂക്കയെ നോക്കി നിൽക്കാൻ പറ്റിയിട്ടുള്ള അന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ പിന്നീട് അവർ മമ്മൂക്കയ്ക്കൊപ്പം എത്തി. പിന്നീട് വർഷങ്ങൾ കടന്നു പോയപ്പോൾ മമ്മൂക്കയെ ലാലേട്ടനും ഏതാണ്ട് ഒപ്പത്തിനൊപ്പം എന്നുള്ള രീതിയിൽ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴും ഇപ്പോൾ ലാലേട്ടൻ്റെ ഉള്ളിൽ പോലും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കണക്ക് എല്ലാവർക്കും അറിയാം സിനിമ മേഖലകളിൽ മമ്മൂക്ക എന്നാണ് അല്ലെങ്കിൽ എത്രയോ വർഷം അതുകൊണ്ടാണ് നമ്മൾ പല പ്രാവശ്യം പറയുന്നത് മമ്മൂക്കയെ പോലുള്ള ആളിന് ചില ബഹുമതികൾ തഴഞ്ഞിട്ട് ലാലേട്ടനെ പോലുള്ള ആളുകൾക്ക് കിട്ടുമ്പോഴും നമ്മളത് എടുത്തു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ ഇതൊന്നും അറിയാത്ത ലാലേട്ടൻ ഫാൻസിലെ പിള്ളേർ കുറച്ച് ഈ സിനിമകളൊക്കെ ഒന്ന് കാണണം, കണ്ടിട്ടത് മനസ്സിലാക്കണം. അല്ലാതെ ആരെങ്കിലുമൊക്കെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ എവിടുന്നെങ്കിലുമൊക്കെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കരുത് എന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഒരു വീഡിയോ. താങ്ക്